ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ജീവിതത്തിൽ ധ്യാനം എങ്ങനെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുമെന്നാണ് പഴയ തലമുറ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ശാന്തമായിരുന്ന് ഏകാഗ്രതയോടെ തന്നിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം പരമമായ ഈശ്വര ചൈതന്യത്തിൻ്റെ സ്ഫുരണമാണെന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഉപാസനയാണത്രേ ധ്യാനം. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസംസ്കരണം ത്വരിതപ്പെടുത്തി ഈ ജന്മത്തിൽ തന്നെ പരിണാമം സാക്ഷാത്കരിക്കാനുള്ള സാധനയാണെന്നും ധ്യാനത്തിന് വിശേഷണമുണ്ട്. ധ്യാനത്തിൻ്റെ ഗുണങ്ങളെ ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശക്തി നേടിയെടുക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ആധുനിക ശാസ്ത്രം ഉപദേശിക്കുന്നുള്ളൂ. അത് ധ്യാനത്തിൻ്റെ മാർഗമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ധ്യാനിച്ചാൽ മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയും. ധ്യാനത്തിൻ്റെ അഗാധ തലത്തിൽ എത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റ തരംഗങ്ങൾ ആൽഫ, ഗാമ, ഡെൽറ്റ, തീറ്റ എന്നീ തരംഗങ്ങളായി മാറുന്നുവെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് വലിപ്പത്തിൽ പ്രവർത്തന നിരതമാക്കാനാവുമത്രേ. EEG പഠനത്തിലൂടെ ഇത് തെളിയിച്ചിട്ടുണ്ട്. വൈദേശിക സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനമാണ് ഇപ്പോൾ നൽകി വരുന്നത്. താങ്ക്